ഹായ് ഫ്രണ്ട്സ്, കക്കയം ഡാമൊക്കെ കണ്ട് ഞങ്ങൾ ഉരുക്കുഴി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ നടന്ന് ഉരുക്കുഴി വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ എത്ര മണി വരെ നിൽക്കാനുള്ള ടൈം? അതെ, ഞങ്ങൾ നടന്നിട്ടാണ്. വെള്ളത്തിൽ ഇറങ്ങും. കൈ കാലേ കാണുക. കൂടെ ചെല്ലുന്നു. ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞു വഴുക്കൂല. ഉരക്കുഴി എന്ന് പറയും. ഉരക്കുഴി എന്നുള്ള പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെള്ളം വന്ന് ചാടി ചാടി പാറയ്ക്ക് ഉരുള് പോലെ പൊത്താതാവുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഉരക്കുഴി കൊടുക്കുന്ന പേര് വരാൻ കാരണം. ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടൊക്കെ പഴിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽ കൂടിയല്ല അധികം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാറ പൊത്തിക്കൂടിയല്ല പോയിട്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം താഴെയാണ് പൊന്തുന്നത് ലാസ്റ്റ്. അതിന് ഉദാഹരണം മാത്രമാണ് ആ ഇടത്തുനിന്ന് വളർത്തുന്ന പദവിയുണ്ടോ. പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടെ അധികം വെള്ളം ഒഴുകും. പാറയുടെ പൊത്തിക്കൂടെ പോയിട്ട് പല പല ഭാഗത്താണ് ഇത് പൊന്തുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൽ പോയാൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വെക്കുള്ളൂ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ്. പക്ഷെ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമാർ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല. പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറംലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഖാബ് രാജന്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങൾ കേൾക്കുന്നു. കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അന്ന് തൊട്ടാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ആളുകളെല്ലാം ഈ പുഴ കടന്ന് കാട്ടിക്കുടക്കരി ആ താങ്ങി നിൽക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിന്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത്. അങ്ങനെയാണ് കക്കയവും ഉരക്കുഴി വെള്ളച്ചാട്ടവും പുറംലോകം അറിയപ്പെടാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ വരുമ്പോൾ കരിയാത്തുമ്പാറ തോണിക്കടവ് എന്ന് ടൂറിസ്റ്റ് പ്ലേസ് കണ്ടോ? ആ ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ഒഴുകി പോകുന്ന വെള്ളം ഇതാണ്. ഇതിന്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് കല്ലിൽ എത്തണമെങ്കിൽ കരിയാത്തുമ്പാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയെ കൂടെ മാത്രം വേനൽക്കാലത്ത് ട്രെക്കിംഗ് ആയിട്ട് അതിസാഹസികമായ ഈ പാറയെ കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറി വന്നാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിന്റെ താഴ്ഭാഗത്ത് നമുക്ക് എത്താനൊക്കുള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. പാടെ പൊത്തിക്കൂടിയല്ല വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളത്തിന് പേരും കൂടെ വരാൻ പോകും. ഈ പാലം ഉണ്ടാക്കി നമുക്ക് ആ തൂക്കുപാലത്ത് കയറി ഇതിന്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാമായിരുന്നു. പക്ഷേ ഇത് പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയ സമയത്ത് കേരളത്തിലെ എല്ലാ അണക്കെട്ടും തുറന്നിട്ടപ്പോൾ നിങ്ങൾ കണ്ട കക്ക അണക്കെട്ട് തുറന്നിട്ടു. ആ അണക്കെട്ടിലെ വെള്ളം കാട്ടിലെ വെള്ളം കൂടെ പാലം മൂടി വന്ന് വെള്ളം കയറിയ 3 ദിവസം. അങ്ങനെയാണ് തൂക്കുപാലം പൊട്ടിപ്പോയത്. പിന്നെയാണ് കമ്പിവരിയിലേക്ക്. വേറെ പ്രത്യേകത ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യന്റെ മുഖച്ചായ പാറ നെറ്റി കണ്ണ് മുക്ക് വായു തടിച്ചേരി ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിന് സെന്ററാണ്. റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മണി വരെ മാത്രമേ നിർത്തുള്ളൂ. 18 കിലോമീറ്റർ അടിവാരം, 31 ലക്കടി, 33 പടിഞ്ഞാത്ര വാണാസുര സാഗർ. പടിഞ്ഞാത്ര വാണാസുര സാഗറിന് വെള്ളം തുറന്നിട്ടാൽ കക്ക അണക്കെട്ട് വരും. കക്ക അണക്കെട്ട് തുറന്നിട്ടാൽ പെരുണാമൊഴി അണക്കെട്ടിലേക്ക്. ഏകദേശം അന്നത്തെ പ്ലേസ് ആട്ടോ അത്. എന്റെ പേര് സലോമി കക്കയം. ഇതാണല്ലേ ഈ പാറ നിങ്ങൾ പറഞ്ഞത്? അത് ആ ഗൈഡിനോട് പറഞ്ഞാൽ അവരെടുത്ത് തരാം. ആ ഗൈഡ് നിങ്ങളുടെ മുഖം പാടം പോകണ്ടെന്നില്ല, അതാ അടിച്ചു കൊടുക്കുന്നത്. അവിടുന്ന് നിങ്ങൾക്ക് അറിയില്ല ഇതിന്റെ
എന്നോട് ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ ജീവിതത്തിൽ കിട്ടാത്ത ഫോട്ടോ ആയിരിക്കും ആ ഫേസ്ബുക്ക് മുമ്പോട്ട് വെള്ളം പോകുന്നില്ലാണ്ടാ മുന്നോട്ട് പോകുന്നില്ലാണ്ടാ നേരെ താഴോട്ടാ പോണേ. അവിടെ ഇടത്ത് പത്തോട്ട് പുറകോട്ട് വരുന്നുണ്ട് അതാ ഈ വെള്ളം ഇതിനുള്ളിൽ കൂടെ ക്രോസ് ചെയ്ത് പോവാണ്ടോ അടിയിൽ കൂടെ പാറലോട് ഉൾക്കൂടോട്ട് പോയിട്ട്. മുമ്പോട്ട് പോകുന്നില്ല വെള്ളം കണ്ടോ നിങ്ങളിവിടെ എത്ര കണ്ടോ? 5 മണി അത് ഞങ്ങൾ ഇറങ്ങി കൊടുക്കും. ഇരുട്ടായി കഴിഞ്ഞാൽ ആനകളെല്ലാം വരും ആന കാട്ടുപോത്ത് വന്നേ പറഞ്ഞത് അപ്പോൾ ചാണാലും കിടക്കുന്നുണ്ട് കാട്ടുപോത്തില്ല ആനയുടെ കാട്ടുപോത്തില്ല പച്ചക്കറിയാണ് ഇവിടെ കടുവയുണ്ട് പുലിയുണ്ട് കിണറ്റുണ്ട് എല്ലാം ഈ വയനാട്ടിൽ എത്തിരിക്കുന്ന കാടാ. ഒരു 3 മാസം മുമ്പേ ഒരു ബോട്ടിങ്ങിന് പോകുമ്പോൾ ഒരു ഫാമിലിയുടെ ബോട്ടിന് മുമ്പിൽ കൂടെ കടുവ നീന്തുന്ന ഒരു ദൃശ്യമില്ലായിരുന്നു 24-ലെല്ലാം ഉണ്ടായിരുന്നു. അത് ഇവിടെയായിരുന്നു ഈ ബോട്ടിങ്ങിന് പോയവരല്ല അത് കടുവ നീന്തിയ ആദ്യം കയറി പോയി എല്ലാ മൃഗങ്ങളും കൊണ്ടിരുന്നു. ഇത് രാത്രി ആയി കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇറങ്ങുള്ളൂ. പിന്നെ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം ക്രോസ് ചെയ്യുക കാട്ടുപോത്തെല്ലാം ക്രോസ് ചെയ്യുക നമ്മളതിനെ ശല്യപ്പെടുത്താണ്ടിരുന്ന ആ ഒരു പാസ് ചെയ്താണ് കുത്തുള്ളൂ. ഒറ്റപ്പാടും ബഹളും ഫോട്ടോ എടുക്കുമ്പോഴാണ് ഇതിങ്ങൾ നമ്മൾ മുമ്പിലേക്ക് വരുന്നത്. റോഡ് പണി നടക്കുന്ന ഏരിയയാണോ വന്നേ? 2 വരിപ്പാത നടക്കുന്ന ഒരു റോഡ് പണി കട്ടി അല്ലെ പൂരത്തിന്റെ വഴിയാണോ? പൂരത്തിന്റെ വഴിയാണ് ഇപ്പൊ പോകാൻ എടുത്തത്. അത് കരിയാത്തുമ്പാറ തോണിക്കടവും കാണുക കണ്ടിട്ട് വരത്തോട് കല്ലാട് പൂരാത്തിന് 2 വരിപ്പാത പൂരത്തിന്റെ അടുത്തോട്ട് കഴിഞ്ഞാൽ കൂട്ടാട് വഴി ബാധിച്ചിട്ടില്ല അങ്ങനെ പറ്റും കേട്ടോ. ഇനി ഇവിടെ സമയം കളയണ്ട. ഇപ്പൊ 3:30 അവിടെ ഇറങ്ങി തരുമ്പോൾ 4:45 എത്രയും പെട്ടെന്ന് ഒരു അരമണിക്കൂർ അവിടെ നിൽക്കണമെങ്കിൽ ഇപ്പൊ പോവാണെങ്കിൽ പെട്ടെന്ന് കണ്ടു പോവാം. വേറെ ഒത്തും വരേണ്ട വരുന്നത്. ഓക്കെ താങ്ക് യു കേട്ടോ. അത് ദേവട്ടനോടോ ഈ ആള് വരെ കുറവായിരിക്കും. ഇനിയിപ്പോ ആൾക്കാർ വരും. 5 മണി വരെ ഉണ്ടാവും. ഇവിടെ 5 മണി വരെ ഉണ്ടാവും. ഇനി കരിയാത്തുമ്പാറ നിൽക്കുന്നവരെല്ലാം ഇങ്ങോട്ട് ഓടും. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഇങ്ങോട്ട് വന്നു വന്നാൽ ഇപ്പൊ അവിടെ കരിയാത്തുമ്പാറ ഇങ്ങനെ ഇപ്പം പോയി കിടക്കുവാണെങ്കിൽ ഇപ്പൊ വെയിലായിരുന്നു. ഇവിടെ ആദ്യം വന്നു നന്നായി വെയിലുണ്ടാവില്ല. അവിടെ ഒന്ന് പോയി നോക്കി. അവിടെ നല്ല രസാ. അവിടെ തണുപ്പരേ ഇനി വരി പോവാ.